നമസ്കാരം. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് BJPയിലേക്കുള്ള KPCCയുടെ അധ്യക്ഷനായ കെ സുധാകരൻ്റെ കൂറുമാറ്റമായിരുന്നു. കാലങ്ങളായി കെ സുധാകരൻ അടക്കമുള്ള പല UDF നേതാക്കന്മാർക്കുമെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം വിജയിച്ചു കഴിഞ്ഞാൽ അവർ BJPയിലേക്ക് പോകും എന്നു തന്നെയായിരുന്നു. കൊല്ലത്തെ NK പ്രേമചന്ദ്രനെതിരെയും തിരുവനന്തപുരത്തെ ശശി തരൂരിനെതിരെയും ഇടതുപക്ഷം ശക്തമായി ഉയർത്തിയ ഒരു ആരോപണമായിരുന്നു കോൺഗ്രസ് വിട്ട് അവർ BJPയിലേക്ക് പോകും എന്നുള്ളത്. ആ ആരോപണം കാര്യമായ രീതിയിൽ ഉയർത്തപ്പെട്ടത് കണ്ണൂരായിരുന്നു, കെ സുധാകരനെതിരെ. ഇത് ഇന്നോ ഇന്നലെയോ അല്ല കെ സുധാകരൻ BJPയിലേക്ക് പോകുമെന്ന് ഇടതുപക്ഷ പാളയങ്ങളിലെ നേതാക്കന്മാർ പറയുന്നത്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കെ സുധാകരൻ നാളിതുവരെ ഈ ചോദ്യം ഉന്നയിച്ച ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർമാർക്കും താൻ BJPയിലേക്ക് പോകില്ല എന്ന ഉറച്ച ഒരു മറുപടി നൽകിയിട്ടില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്കും പറയുവാൻ സാധിക്കില്ല എന്നും നിലവിൽ താൻ പാർട്ടി വിട്ടു പോകില്ല എന്നും മാത്രമാണ് അന്നും കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുമുണ്ട്. കോൺഗ്രസ്സുകാരുടെ ഇടയിലും അത് കാര്യമായ രീതിയിൽ ഒരു ക്ഷീണം സൃഷ്ടിച്ചിട്ടുണ്ട്. കെ സുധാകരൻ പാർട്ടി വിട്ടു പോകുമോ എന്ന ചോദ്യം ഒരുപക്ഷെ കോൺഗ്രസ് പാളയങ്ങളിലും കാര്യമായി തന്നെ ഉയർന്നിട്ടുമുണ്ടാകാം. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ കൊട്ടിക്കലാശത്തിൽ കെ സുധാകരൻ ഒറ്റ വാക്കിൽ കൃത്യമായ ഒരു മറുപടി നൽകി. തൻ്റെ വീട്ടിൽ ബ്രൂണോ എന്നൊരു പട്ടിയുണ്ട്, ആ പട്ടി പോലും BJPയിലേക്ക് പോകില്ല എന്നും താൻ ഒരു കാലത്തും BJPയിലേക്ക് പോകില്ല എന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. താൻ തൊട്ടവരോ താൻ സംസാരിച്ചവരോ പാർട്ടി വിട്ടു പോകുന്നതിൽ തനിക്കൊരു പങ്കുമില്ലെന്നും താൻ പുറത്താക്കിയ സെക്രട്ടറി പാർട്ടി വിട്ടു പോയതിൽ താൻ എന്ത് ചെയ്യാനാണെന്നും അദ്ദേഹം ചോദിച്ചു. അതായത് കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുന്നു. കൂടാതെ അദ്ദേഹം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് നിലവിൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന് തൊട്ടുമുമ്പ് KPCCയുടെ അധ്യക്ഷനും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ LDFിൻ്റെ കൺവീനറായ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ EP ജയരാജനെതിരെ രൂക്ഷമായ ഒരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ്. താനല്ല BJPയിലേക്ക് പോകുന്നത്, പകരം EP ജയരാജൻ എന്ന LDF കൺവീനറാണ് BJPയിലേക്ക് പോകുന്നത്. അതിന് ആരോപണത്തിൻ്റെ കനം കൂട്ടുവാൻ അദ്ദേഹം ചില സന്ദർഭങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ആദ്യമായി BJPയിലേക്ക് പോകുന്നതിനുള്ള ചർച്ച നടന്നത് ഗൾഫിൽ വെച്ചായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ എന്ന NDAയുടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയും രാജീവ് ചന്ദ്രശേഖർ എന്ന NDAയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും ആണ് ഈ വിഷയത്തിൽ അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറയുന്നു. ഈ വിഷയത്തിനൊക്കെ ഇടനില നിന്ന ഒരാളാണ് തന്നോട് ഈ കാര്യം വ്യക്തമാക്കിയത്. പക്ഷേ ആരാണ് ഇടനിലക്കാരനായി നിന്നതെന്നും തന്നോട് ഇത് ആരാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറയില്ല എന്നും പറഞ്ഞു. അത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമതായും ഈ വിഷയത്തിൽ ചർച്ച നടന്നു. EP ജയരാജനെ BJPയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശക്തമായ രണ്ടാമത്തെ ചർച്ച നടന്നത് തൃശ്ശൂരിലെ രാമനിലയത്തിൽ വെച്ചായിരുന്നു. പക്ഷേ പാർട്ടി ഈ വിഷയം അറിയുന്നു. രഹസ്യം സൂക്ഷിക്കുവാൻ കഴിയാത്ത EP ജയരാജൻ്റെ വായിൽ നിന്ന് തന്നെ തൻ്റെ വളരെ അടുത്ത പാർട്ടി സുഹൃത്തുക്കളോട് താൻ ഈ വിവരം പറയുകയും ചെയ്യുന്നു. അങ്ങനെ പാർട്ടി നേതൃത്വം അറിയുകയും ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. ആ ഭീഷണിയിൽ ഭയന്നോ എന്തോ താൻ BJPയിലേക്ക് പോകില്ല എന്ന തീരുമാനത്തിലേക്ക് EP ജയരാജൻ താൽക്കാലികമായൊരു തീരുമാനം എടുക്കുന്നു എന്നാണ് കെ സുധാകരൻ പറയുന്നത്. പാർട്ടി കാലങ്ങളായി അദ്ദേഹത്തെ അവഗണിക്കുന്നതും സംസ്ഥാന സെക്രട്ടറി ആകേണ്ട EP ജയരാജനെ മാറ്റി നിർത്തിക്കൊണ്ട് MV ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതാണ് അദ്ദേഹത്തിനെ കാര്യമായ രീതിയിൽ നിരാശനാക്കിയതെന്ന് കെ സുധാകരൻ ആരോപണം ഉന്നയിക്കുന്നു. LDFിൽ നിന്ന് NDAയിലേക്ക് EP ജയരാജൻ ചേക്കേറുകയാണ് എങ്കിൽ ഗവർണർ സ്ഥാനം നൽകാമെന്നായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച വാഗ്ദാനം. അതിൽ സന്തുഷ്ടനായിരുന്ന EP ജയരാജന് ഒടുവിൽ താൻ നേരിടേണ്ടി വരുന്ന ഭീഷണിയിൽ താൽക്കാലികമായ അത്തരത്തിലൊരു നീക്കത്തിൽ നിൽക്കുന്നില്ല എന്ന തീരുമാനമെടുക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താകുമെന്ന് പറയുവാൻ സാധിക്കില്ല. ഒരു പക്ഷേ EP ജയരാജൻ BJPയിലേക്ക് പോയേക്കാം. അതായത് കെ സുധാകരനെതിരെ ഇടതുപക്ഷം കണ്ണൂരിൽ ശക്തമായി ഉയർത്തിയ ആരോപണത്തെ അതേ നാണയത്തിൽ തന്നെ ഏറ്റവും അവസാന നിമിഷത്തിൽ തിരിച്ചടിക്കുകയാണ് കെ സുധാകരൻ. EP ജയരാജനാണ് BJPയിലേക്ക് പോകുന്നത്. അതിന് ചില വ്യക്തമായ സന്ദർഭങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതോടുകൂടി കണ്ണൂരിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ചർച്ചാ വിഷയമാകുവാൻ പോകുന്ന BJP ചേക്കേറൽ LDFിനെയും UDFിനെയും കാര്യമായി ബാധിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നതിന് ശേഷം മുതൽ തന്നെ
കെ സുധാകരനെതിരായുള്ള ആരോപണം ശക്തമായി തന്നെ കണ്ണൂരിൻ്റെ മണ്ണിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. കെ സുധാകരൻ BJPക്കൊപ്പം പോകുമോ എന്ന ചോദ്യത്തിന് പോകില്ല എന്ന വ്യക്തമായ മറുപടി നൽകാത്തത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. കണ്ണൂരിൽ കെ സുധാകരൻ വിജയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം RSSൻ്റെയും BJPയുടെയും വോട്ടുകളാണ് എന്ന് ഇടതുപക്ഷ പാളയങ്ങൾ പറയുന്നുമുണ്ട്. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ സി രഘുനാഥൻ കാര്യമായ രീതിയിൽ വോട്ടുകൾ ശേഖരിക്കില്ല എന്ന് ഇടതുപക്ഷം പറയുന്നു. അതായത് BJPയുടെ കരുത്തരായ നേതാക്കന്മാർ നിരവധിയുള്ള കണ്ണൂരിൽ സി രഘുനാഥനെ മത്സരിപ്പിക്കുന്നതോടുകൂടി പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നത സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള കെ സുധാകരനായിരിക്കും BJPയുടെ വോട്ടുകൾ പോകുക എന്നും LDF സഹയാത്രികൾ പറയുന്നുമുണ്ട്. ഈ സന്ദർഭത്തിൽ കെ സുധാകരനെതിരായ ശക്തമായ ആരോപണത്തെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുൻപിലുള്ള ഏക വഴി. അത് സ്വീകരിക്കുകയായിരുന്നുവോ കെ സുധാകരൻ? എന്തായാലും LDFൻ്റെ സ്ഥാനാർത്ഥിയായ MV ജയരാജനും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമൊക്കെ കെ സുധാകരനെ BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാവെന്ന പട്ടം ചാർത്താൻ ശ്രമിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും ശക്തമായ രീതിയിൽ അടിവരയിട്ട് അദ്ദേഹം മറുപടി നൽകുകയാണ്. താൻ തൊട്ടവരും പിടിച്ചവരും BJPയിലേക്ക് പോയാൽ താൻ എന്ത് പിഴച്ചു? തൻ്റെ സെക്രട്ടറി ആയിരുന്ന താൻ പുറത്താക്കിയ ഒരാൾ BJPയിലേക്ക് പോയാൽ താൻ എന്ത് ഭവിച്ചു? തൻ്റെ വീട്ടിലെ ബ്രൂണോ എന്ന പട്ടി പോലും BJPയിലേക്ക് പോകില്ല. താൻ BJPയിലേക്ക് പോകണം എന്ന് ചിന്തിച്ചിട്ടുമില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. 9ാമത്തെ വയസ്സ് മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ച ആളാണ് താൻ. ആരെ തഴയണമെന്നും ആരെ ഉൾക്കൊള്ളണമെന്നും കൃത്യമായ ബോധ്യമുള്ള ഒരു പാർട്ടി നേതാവാണ് താൻ. അതുകൊണ്ട് തന്നെ BJPയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവും തനിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. EP ജയരാജൻ BJPയിലേക്ക് പോകുന്നു എന്ന കെ സുധാകരൻ്റെ ആരോപണത്തിന് ഖനം നൽകുന്ന ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും BJPക്കെതിരായി എന്തെങ്കിലും EP ജയരാജൻ പറഞ്ഞതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് കെ സുധാകരൻ ചോദിക്കുന്നു. ഒപ്പം EP ജയരാജനും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും കച്ചവട ബന്ധമുണ്ട് എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണത്തെയും കൃത്യമായ രീതിയിൽ അദ്ദേഹം ആരോപണത്തോട് കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ഇതെല്ലാം ആർക്ക് വിനയായി മാറും എന്ന ഒരു ചോദ്യം ഇപ്പോഴും നിഴലിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഈ വ്യക്തത കൊണ്ട് കാര്യമായ രീതിയിലുള്ള വോട്ടുമറിമായമൊന്നും കണ്ണൂരിൽ ഉണ്ടാകില്ല എന്ന് LDFനും UDFനും അറിയാം. എന്നിരുന്നാലും ചെറുതെങ്കിലും ഒരു പ്രതിരോധത്തിന് തയ്യാറെടുക്കുകയാണ് കെ സുധാകരൻ. വന്ന സർവേകളിലെല്ലാം നേരിയ ഭൂരിപക്ഷം കണ്ണൂരിൽ LDFനാണ്. ആ ഭൂരിപക്ഷത്തെ മറികടക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണോ കെ സുധാകരൻ? അല്ല, കെ സുധാകരൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇനി EP ജയരാജൻ BJPയിലേക്ക് പോകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.